ഞാൻ ഈ അടുത്തായിട്ട് തുടങ്ങിയിട്ടുള്ള സ്കിൻ കെയറിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. മെയിൻ താരം തൈരാണ്. നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സാധനമാണല്ലോ. തൈര് വെച്ചിട്ട് മുഖം ഒന്ന് നല്ല രീതിയിൽ മസാജിങ് ചെയ്ത് കൊടുക്കുക. ഒരു 5 അതിൽ മിനിറ്റ് കൂടുതലോ എടുക്കാം. നല്ല രീതിയിൽ സ്കിന്ന് ഗ്ലോ ആയിട്ട് കിട്ടും ഒരു മസാജിങ്ങിൽ കൂടെ തന്നെ. അടുത്ത സ്റ്റെപ്പ് സ്ക്രബിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ കാപ്പിപ്പൊടിയും വലിയ തരിയില്ലാത്ത പഞ്ചസാരയും തൈരും തന്നെയാണ്. സ്ക്രബിങ് നല്ല രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് ടൈം കൊടുത്ത് ചെയ്യുക. നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് റിമൂവ് ആയിട്ട് സ്കിന്ന് പെട്ടെന്ന് തന്നെ ഗ്ലോ ആവും. അടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ പാക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ പാക്കൊന്നും ഇടാണ്ട് തക്കാളിയാണ് എടുക്കുക. തക്കാളി എടുത്തിട്ട് നമ്മുടെ ഈ തൈര് തന്നെയാണ് താരം. തൈരിൽ മുക്കിയിട്ട് വളരെ അധികം നേരം മസാജ് ചെയ്ത് കൊടുക്കും. അത് കഴിയുമ്പോൾ തന്നെ സ്കിന്നിന് നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ. നമ്മൾ പെട്ടെന്നൊക്കെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ, ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഇത് വളരെ നല്ലൊരു ടിപ്പാണ്. പിന്നെ നമ്മൾ ഡെയിലി ഒന്നും ചെയ്യേണ്ട, ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് സ്മൂത്താവും. നമ്മളിപ്പോൾ വെളുത്ത് പാറാന്നുള്ള ഉദ്ദേശമൊന്നും നടക്കാൻ പോകണില്ല. പക്ഷെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് കൊടുക്കും, തിളക്കം കൊടുക്കും. സ്കിന്ന് നല്ല എന്താ പറയുക ഗ്ലോ ആയിട്ടിരിക്കും ഫുൾ ടൈം. നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. പിന്നെ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുഖത്ത് നോക്കിയത് മനസ്സിലാവും നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. ആ ഒരു വൃത്തിയും നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് ഡാർക്ക് സ്കിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെളുത്ത് പാറാന്നുള്ള ഉദ്ദേശമൊന്നും ഒരിക്കലും നടക്കില്ല. അതിനൊക്കെ കെമിക്കലായിട്ടുള്ള കാര്യങ്ങളും പല ട്രീറ്റ്മെൻറ്റുകളും എടുത്തിട്ട് തന്നെയാണ് പലരും വെളുപ്പ് എന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. നമുക്കതൊന്നും എന്തായാലും നടക്കാൻ പോകുന്നില്ല. സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഗ്ലോ ആയിട്ട് വയ്ക്കാം.